ഈജിപ്തിലെ പ്രശസ്തമായ കെയ്റോ എയർപോർട്ടിൽ അമേരിക്കയുടെ ബോയിംഗ് 707 ജെറ്റ് വിമാനം ലാൻഡ് ചെയ്യുന്നു. വിമാനത്തിൽ വന്നിറങ്ങിയ ഡാനിയൽ ജോൺസൺ എന്ന കോടീശ്വരൻ എത്തിയപ്പോൾ എയർപോർട്ടിൽ കാത്തുകിടന്ന കാറിൻ്റെ ഡോർ തുറന്നു. താങ്ക് യു. അബ്രഹാം, നിനക്ക് കടൽ നീരാളിയുടെ ഓഫീസ് അറിയാമോ? കടലിൽ മുങ്ങിത്തപ്പുന്ന സംഘമല്ലേ? അറിയാം സാർ. കടൽ നീരാളിയുടെ ഓഫീസിലേക്ക് കാർ വിടൂ. ശരി സാർ. കാർ അസ്വാൻ പട്ടണത്തിലെ കടൽ നീരാളിയുടെ കൂറ്റൻ കെട്ടിടത്തിനു മുമ്പിൽ നിന്നു. സാർ, നമ്മളെത്തി. സാർ, ഇറങ്ങിക്കോളൂ, ഞാൻ കാർ പാർക്ക് ചെയ്യാം. ആരെ കാണാനാ? മിസ്റ്റർ ജൊനാഥനെ. ഓക്കെ, വരൂ സാർ. റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തെ മാനേജറുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കൂ. ആരാണ്? എന്താണ് കാര്യം? പറയാം. എൻ്റെ പേര് ഡാനിയൽ ജോൺസൺ. കെയ്റോയിലുള്ള പ്രതിമകളും ശില്പങ്ങളും നിർമ്മിക്കുന്ന സാന്ത കമ്പനി എൻ്റേതാണ്. ഓ, ഐ സി. ഞാൻ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് മൈക്കിൾ സ്ട്രോഞ്ച്. ആട്ടെ, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? നിങ്ങളുടെ കമ്പനിയിലെ പുരാവസ്തു ഗവേഷകനായ ജൊനാഥനെ എനിക്കൊന്ന് കാണണം. അതിനെന്താ, അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കാലോ. ജോനാഥൻ, താങ്കൾക്കൊരു വിസിറ്റ് ഉണ്ട്. യെസ് സർ. മിസ്റ്റർ ജോനാഥൻ, താങ്കളുടെ ഇൻ്റർവ്യൂ ഞാൻ ടി വിയിൽ കണ്ടിരുന്നു. എനിക്ക് താങ്കളുടെ സേവനം ആവശ്യമുണ്ട്. ഓക്കെ സർ, എന്താണ് ആവശ്യം പറയൂ. എനിക്ക് ഒരു മമ്മി പേടകം വേണം. വില എത്ര വേണമെങ്കിലും തരാം. ഉടനെ വേണം. ഒരു കണ്ടീഷനുണ്ട്. എന്താ സർ? ഇതുവരെ ആർക്കും ലഭിക്കാത്ത ക്ലിയോപാട്ര എന്ന സുന്ദരിയുടെ മമ്മി പേടകമാണ് എനിക്ക് വേണ്ടത്. അതെൻ്റെ ഒരു മോഹമാണ്. മമ്മി പേടകങ്ങൾ വിൽക്കുന്ന ജോനാഥൻ ഞെട്ടിപ്പോയി. താൻ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സർ, എനിക്ക് സമയം വേണം. ആ പേടകം എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. ഓക്കെ, ഒരാഴ്ചത്തെ സമയം തരാം. പേടകം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. $10 ലക്ഷം ഞാൻ തരും. ദിസ് ഈസ് മൈ കാർഡ്. ഓക്കെ സാർ, തീർച്ചയായും. ഡാനിയൽ ജോൺസൺ പോയ ശേഷം, ജോനാഥൻ, അയാൾക്കെന്തിനാണ് മമ്മി പേടകം? അതറിയില്ലേ? കോടീശ്വരന്മാർ കൂട്ടത്തോടെ മമ്മി പേടകം തേടി ഇറങ്ങിയിരിക്കുകയാണ്, സ്വീകരണ മുറികൾ അലങ്കരിക്കാൻ. മൈക്കിൾ, ക്ലിയോപാട്രയുടെ മമ്മി പേടകം എവിടെയുണ്ടെന്ന് താങ്കൾക്കറിയാമോ? സോറി ഫ്രണ്ട്, എനിക്കറിയില്ല. താങ്കൾ മിസ്റ്റർ ജെറാൾഡ് മർഫിയെ കാണൂ. അദ്ദേഹത്തിന് അറിയാതെ വരില്ല. ജോനാഥൻ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ തലവനായിട്ടുള്ള ജെറാൾഡ് മർഫിയെ കാണാനായി യാത്ര തിരിച്ചു. കെയ്റോയിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്കുള്ള വഴിയെ കാർ കുതിച്ചു. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മിസ്റ്റർ ജോനാഥൻ ഫ്രം കെയ്റോ, വരൂ, ഇരിക്കൂ. പറയൂ, താങ്കൾ എന്നെ കാണാനായി ഇത്ര ദൂരം കാർ ഓടിച്ചു വന്നത് എന്തിനാണ്? അത്ര നിസ്സാര കാര്യമല്ലെന്ന് തോന്നുന്നു. സർ, ഒരു കോടീശ്വരൻ ക്ലിയോപാട്രയുടെ മമ്മി പേടകത്തിനായി എന്നെ സമീപിച്ചിരിക്കുന്നു. അതെവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ജോനാഥൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിൽ വിശ്രമിക്കുന്നു. ഓ മൈ ഗോഡ്! താങ്കൾ കരുതുന്നത് പോലെ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്ങനെയാണ് സർ ആ മമ്മി പേടകം കടലിനടിയിലെത്തിയത്? 1912 ഏപ്രിൽ 14 ലണ്ടനിൽ നിന്ന് ടൈറ്റാനിക് എന്ന കപ്പൽ ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയായിരുന്നു യാത്ര. ആ കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടന്റെ അഭിമാനമായിരുന്ന ആ കപ്പൽ കന്നിയാത്രയിൽ തന്നെ വലിയൊരു മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് സമുദ്രത്തിന്റെ അഗാധതയിൽ മറഞ്ഞു. ആ ദുരന്തത്തിൽ കുറെ പേർ മരിച്ചു. അതെ, ലോകം നടുങ്ങിയ ദുരന്തം. ആ കപ്പലിനുള്ളിൽ ലോകസുന്ദരി ക്ലിയോപാട്രയുടെ മമ്മി പേടകമുണ്ടായിരുന്നു. നിർണായക സമയത്ത് തീരുമാനമെടുക്കുന്നതിന് കപ്പിത്താനുണ്ടായ പിഴവ് ആ കപ്പലിനെ മുക്കി. സർ, ഈ കഥ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മമ്മി പേടകം ക്ലിയോപാട്രയുടെ ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.